സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. മനുഷ്യച്ചങ്ങല കൊണ്ട് ലഹരി വിമുക്തമാക്കാൻ പറ്റുമോ കേരളത്തെ എന്ന ചോദ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തുന്നു, എങ്ങനെ ലഹരിനെ അഡിക്ഷനിലേക്ക് എത്തുന്നു എന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിലാദ്യം നമ്മൾ പറയുന്നത് ഒരു മാർക്കറ്റിങ്ങിന്റെ ടാക്ടിക്സ് ആണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ലഹരിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ലോകത്തിലിറങ്ങുന്ന വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ മനുഷ്യരെ കൊണ്ട് വാങ്ങിപ്പിക്കത്തക്ക രീതിയിൽ മനുഷ്യരെ ട്യൂൺ ചെയ്തെടുക്കുവാൻ വേണ്ടി വ്യാവസായിക ജയൻസ്, പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് തള്ളിവിടുന്ന ജയൻസ്, മാർക്കറ്റിംഗ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് സൈക്കോളജിസ്റ്റുകളെ കൊണ്ട് പറയിപ്പിക്കുകയും അധ്യാപകരുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി കുത്തിക്കയറ്റുകയും ചെയ്ത ഒരു കാര്യമുണ്ട്. അതിതാണ്: കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ശിക്ഷിച്ചാൽ അവർക്ക് കേടുവരും, അധ്യാപകർ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാൽ അവർക്ക് കേടുവരും. അപ്പൊ ഇത് സൈക്കോളജിസ്റ്റുകളെ കൊണ്ടും എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളെ കൊണ്ടും പറയിപ്പിച്ചത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വലിയ ഒരു മേഖലയുണ്ട്. അത് വ്യവസായത്തിന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിൽക്കണമല്ലോ. ആ വിൽക്കുന്ന ആ മീഡിയേറ്റർ, ആ ഏജൻസിയുടെ പേരാണ് മാർക്കറ്റിംഗ്. അവരാണ് ഈ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവരെ കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മളുടെയൊക്കെ തലയിൽ അടിച്ചു കയറ്റിയ ഒരു സംഗതിയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. പാരന്റ്സിനെ കൊണ്ടും അധ്യാപകരെ കൊണ്ടും കൊടുപ്പിക്കരുത്. അതുകൊണ്ട് പാരന്റ്സോ അധ്യാപകരോ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത് എന്നുള്ളത് ഈ നാട്ടിലെ സൈക്കോളജിസ്റ്റുകൾ മുഴുവൻ വിളിച്ചു പറയാറുണ്ട്. ബൈബിളിൽ പറയുന്നു, നിന്റെ മകനെ നീ ശിക്ഷിച്ചു വളർത്തുക, ശാസിച്ചു വളർത്തുക, ഇല്ലെങ്കിൽ നിന്റെ വാർദ്ധക്യത്തിൽ നീ അവന്റെ മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. ഇത് ബൈബിൾ പറയുന്ന സംഗതിയാണ്. വേറെ ഒരു ആപ്തവാക്യമുണ്ട്, സ്പെയർ ദ സ്റ്റിക്ക് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. നീ വടി കളഞ്ഞേക്കുക, അങ്ങനെ നിന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു കളയും. കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളെ അധ്യാപകരോ മാതാപിതാക്കളോ ശിക്ഷിക്കാറില്ല, ശിക്ഷണം നൽകാറാണ് പതിവ്. ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരു കുഞ്ഞിനെ അടിക്കുന്നത് ശിക്ഷയായിട്ടല്ല, ശിക്ഷണമായിട്ടാണ്. ചില മെസ്സേജസ് കുറച്ച് വേദനയോടെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ മാത്രമേ അത് ഉള്ളിലേക്ക് കടക്കുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ശിക്ഷണം ആവശ്യമുണ്ട്. ആ ശിക്ഷണം നൽകാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കളെയും അധ്യാപകരെയും ബ്രെയിൻ വാഷ് ചെയ്ത് സ്റ്റഡിയാണ്. ഇതാണ് മാർക്കറ്റിംഗ് ടെക്നോളജിയിൽ ഈ വിഷ്വൽ മീഡിയയുടെ ഇഫക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ, സിനിമ, അതുപോലെ ടെലിവിഷൻ, ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിഗ് ജയന്റ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും തലയിൽ അടിച്ചു കയറ്റിയ ഒരു സാധനമാണ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. മാതാപിതാക്കളും അധ്യാപകരും നൽകേണ്ടതില്ല, അത് മാർക്കറ്റ് നൽകും. മാർക്കറ്റ് എന്ത് പഠിപ്പിക്കുന്നോ അത് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ കോൾഗേറ്റ് കൊണ്ട് പല്ല് തേക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഭക്ഷണ സാധനം കഴിക്കണം, വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് മദ്യം വിൽക്കും. അല്പവസ്ത്രധാരികളായ ആളുകൾ സിനിമയിലൂടെ വന്ന് അതാണ് നല്ല രീതി, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഉന്നതമായ സംസ്കാര രീതിയാണെന്ന് നിങ്ങളെ പഠിപ്പിക്കും. സിനിമയിലെ ലഹരി പരസ്യമായി ഉപയോഗിക്കും, അത് കേമപ്പെട്ട കാര്യമാണെന്ന് പറയും. അടിപിടി ഉണ്ടാക്കും, വയലൻസ് ഉണ്ടാക്കും, അത് കേമപ്പെട്ട കാര്യമാണെന്ന് പറയും. ക്ലാസ് വയലേറ്റ് ചെയ്യും, അധ്യാപകരെ ചോദ്യം ചെയ്യും, മാതാപിതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇതൊക്കെ കേമപ്പെട്ട പരിപാടികളാണെന്ന് പഠിപ്പിക്കും. അങ്ങനെ സമൂഹത്തെ മൊത്തമായിട്ട് ഇല്ലാതാക്കി കളയുകയും, അല്ലെങ്കിൽ സമൂഹത്തിലെ വാല്യൂസ് മൊത്തം ഇല്ലാതാക്കി കളയുകയും, അവര് മാർക്കറ്റ് ചെയ്യുന്ന മുഴുവൻ പ്രോഡക്ട്സും ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാവുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുകയും ചെയ്ത എന്ന ലോകം മുഴുവനുള്ള മാർക്കറ്റിംഗ് ടെക്നോളജി എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള മനുഷ്യരെയും ബാധിച്ചിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെയും മുതിർന്ന തലമുറയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇനി വേറൊരു സംഗതി, നമ്മളുടെ ഇവിടെ ലഹരി കച്ചവടം നടക്കുന്നു. ഈ ലഹരി കച്ചവടം നടക്കുന്ന സമയത്ത് നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ നേതൃത്വത്തിൽ ഈ ഒരു ക്യാമ്പയിനിങ്ങുമായിട്ട് ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ 1984-86 കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG പഠിച്ചാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ MSc ഇൻ കെമിസ്ട്രി ചെയ്ത ആളാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായ ഒരു സംഭവം, രസകരമായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അവിടെ എല്ലാ കോഴ്സുകൾക്കും PG കോഴ്സുകളുണ്ട്. നമ്മളിപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഒക്കെ ആ കാലഘട്ടത്തിലെ MA വിദ്യാർത്ഥിയായിരുന്നു. അന്ന് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന IAS കാരനായിരുന്നു വൈസ് ചാൻസലർ. നമ്മുടെ സുകുമാർ അഴീക്കോട് പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു. അന്ന് എഡ്യൂക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ വന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് അവിടെ എഡ്യൂക്കേഷനിൽ ഇതുപോലെ PG ചെയ്യാൻ പറ്റുന്ന ആളുകൾ പൊതുവെ കുറേ കാലം അധ്യാപനം ചെയ്തിട്ട് വരുന്നവരാണ്, കുറച്ച് പ്രായമൊക്കെയുള്ളവരാണ്. അപ്പൊ ഇദ്ദേഹം ഒരു 30 വയസ്സിന് 35 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരു മനുഷ്യൻ, അവിവാഹിതനാണ്. അദ്ദേഹം ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഭയങ്കര ഉറക്കപ്രാന്തനാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഒരു റാഗിങ്ങിന്റെ ഭാഗമായിട്ട് ആളുകൾ അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് കട്ടിലോടെ എടുത്തുകൊണ്ട് പുറത്ത് കിടത്തിയിട്ടുണ്ട്. ആ സമയത്ത് പോലും അറിഞ്ഞില്ല. അതുപോലെ വലിയ ഉറക്കപ്രാന്തനാണ്, അത് അദ്ദേഹത്തിന്റെ പെക്യൂലിയാരിറ്റി. അത് മാത്രമല്ല, വളരെ പെട്ടെന്ന് അനോയിഡ് ആകുന്ന പ്രകൃതമാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു പ്രകൃതമുള്ള ആളുമാണ്. അപ്പം ആ കാലഘട്ടത്തിനോടെ ഹിന്ദിയിൽ PhD ചെയ്യുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം
ഹോസ്റ്റലിലെ വളരെ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം ഇതുപോലെ PhD ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഹോസ്റ്റലിലെ സീനിയറാണ്, പ്രായം കൊണ്ട് മുതിർന്ന ആളാണ്, അവിടെ തന്നെ PG ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഹോസ്റ്റലിലെ വലിയ എല്ലാവരെയും പരിചയമുള്ള അതോറിറ്റീസിനൊക്കെ പരിചയമുള്ള ഒരാളാണ്. ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഹോസ്റ്റലിലെ റീഡിംഗ് റൂമിൽ ഈ MEd പഠിക്കുന്ന ആളെ കുറിച്ച് ഒരു വാർത്ത, അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വരും. ഞങ്ങൾ ഇതിനെ പത്രം എന്ന ഹോസ്റ്റലിൽ പറയുന്നത്. സാധാരണ ഇതിലൂടെ പത്രം വരും, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പത്രം വരും, പക്ഷെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വരാറില്ല. ഇദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പത്രം വരും. ഇദ്ദേഹം പെട്ടെന്ന് വല്ലാതെ ദേഷ്യം പിടിക്കുന്ന ആളായതുകൊണ്ട് ഇദ്ദേഹം കുറെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ ദ വെരി നെക്സ്റ്റ് ഡേ കുറച്ചുകൂടെ അസഭ്യമായ രീതിയിൽ ഇദ്ദേഹത്തെ കുറിച്ച് അവിടെ ഒരു റൈറ്റപ്പ് വരും. ഇദ്ദേഹം ഉടനെ ഹോസ്റ്റൽ വാർഡനെ കണ്ട് പരാതി കൊടുക്കുന്നു, വൈസ് ചാൻസലറെ കാണുന്നു. സുമാൻ അഴീക്കോടിനെ അന്ന് വലിയ ദേഷ്യക്കാരനാണ് അദ്ദേഹത്തെ കണ്ട് പരാതി കൊടുക്കുന്നു. പക്ഷെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല, ആരാ ചെയ്തതെന്ന് അറിയണ്ടേ. അപ്പൊ ഇവരൊക്കെ പറയുന്നു, നിങ്ങൾ ഈ ആരാണ് ചെയ്തയാളെ പിടിച്ചോണ്ട് വന്നാൽ ശിക്ഷിക്കാം, അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. ഹോസ്റ്റലിൽ 10, 400, 500 ആളുകൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്, പല വിങ്ങുകളിലായിട്ട്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെയും കയ്യേഷം ഒത്ത് നോക്കിയിട്ട് ആളെ പിടിക്കാൻ പറ്റും, നിങ്ങൾ ആളെ പിടിച്ചോണ്ടോ. അങ്ങനെ ഇദ്ദേഹം ആളെ പിടിക്കാൻ തീരുമാനിക്കും. അപ്പൊ ഇദ്ദേഹം ആളെ പിടിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യണം, രാത്രികളെ സംഭവിക്കുന്നത്. അപ്പൊ റീഡിംഗ് റൂമിൽ പോയിട്ട് കാത്തിരിക്കണം. അപ്പൊ ഇദ്ദേഹം റീഡിംഗ് റൂമിൽ പോയിട്ട് കാത്തിരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദിയിൽ PhD ചെയ്യുന്ന ഈ സുഹൃത്ത് പറഞ്ഞു, സാറിന് ഭയങ്കര ഉറക്കപ്രാന്തല്ലേ, സാർ എഴുന്നിട്ട് എങ്ങനെ പിടിക്കാനാ, ഒരു കാര്യം ഞാനും കൂടെ വരാം, നമുക്ക് രണ്ടുപേരും കൂടി ഇരിക്കാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി രാത്രി റീഡിംഗ് റൂമിൽ കാവലിരിക്കുന്നു. ഏതോ ഒരു സമയത്ത് സാർ ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് സാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ മറ്റേ സുഹൃത്തും ഈ PhD ചെയ്യുന്ന ഹിന്ദിയിൽ PhD ചെയ്യുന്ന സുഹൃത്ത് ഉറങ്ങുന്നുണ്ട്. അവിടെ പുതിയ സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പല ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരോട് പോയി കാവലിടുന്നു. പക്ഷെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇവർ രണ്ടുപേരും ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഈ സാധനം അവിടെ വരും. ഒരു തരത്തിലും പിടിക്കാൻ കിട്ടുന്നില്ല. ഹോസ്റ്റലിൽ ഇത് വലിയ വാർത്തയായി. എല്ലാവരും ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഡേ വൈകുന്നേരം ഇദ്ദേഹം ഈ എഡ്യൂക്കേഷനിലുള്ള സുഹൃത്ത് മറ്റേയാളെ PhD ചെയ്യുന്ന സുഹൃത്തിനെ കാവലിരിക്കാൻ വേണ്ടി വിളിക്കാൻ പോകുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച ഈ ഭിത്തിയിൽ ഒട്ടിക്കാനുള്ള സാധനം ആ പുള്ളി എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ വാസ്തവത്തിൽ ആ പുള്ളിയാണ് ഈ ഭിത്തിയിൽ ഒട്ടിക്കാനുള്ള സാധനം സ്ഥിരമായി എഴുതിയിരുന്നത്. അത് ഈ എഡ്യൂക്കേഷനുള്ള സുഹൃത്തിനെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹം പോയിരിക്കും. എന്നിട്ട് മറ്റേ സുഹൃത്ത് ഉറക്കപ്രാന്തനായതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം ഉറങ്ങി വീഴും. ആ ഉറങ്ങി വീഴുന്ന സമയത്ത് മറ്റേ പുള്ളി അത് അവിടെ ഒട്ടിക്കുകയും അദ്ദേഹം ഉറക്കം തുടങ്ങുകയും ചെയ്യും. ഈ എഡ്യൂക്കേഷനിൽ PG ചേരുന്ന സുഹൃത്ത് ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് അതിനകത്ത് കാലൊക്കെ വെച്ച് കാത്തിരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോലും അതിന് പിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം മറ്റേ ആളെ വൈകുന്നേരം വിളിക്കാൻ പോയ സമയത്ത് എഴുതുന്നത് കണ്ട് അതിനെ നമുക്ക് ദൈവകൃപ എന്നൊക്കെ വേണേൽ വിളിക്കാം. അങ്ങനെയാണ് ഇത് കാണുന്നത്. വന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ അത് വലിയൊരു തമാശയായിരുന്നു. അത് വൈസ് ചാൻസലർ അടുത്തേക്ക് എത്തിയ വിഷയമാണ്. പക്ഷേ ഇദ്ദേഹം ഞാൻ പറഞ്ഞുവല്ലോ, അദ്ദേഹം ദീർഘകാലമായിട്ട് ഹോസ്റ്റലൊക്കെ ആളാണ്, എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഗവൺമെന്റ് തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇവിടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കഥയാണ്. നമുക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ ഒറ്റയാഴ്ച കൊണ്ട് ഈ ലഹരിയുടെ പ്രശ്നം എടുത്തെടുക്കാൻ പറ്റും. എന്തുകൊണ്ട് പോലീസ് വിചാരിക്കുന്നില്ല? ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്, കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാതെ പോലീസാണ് കുഞ്ഞുങ്ങളുടെ എല്ലാം ഉത്തരവാദികൾ എന്ന് പറയുന്ന പോലീസ് ഇപ്പൊ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയൊക്കെ പോകും നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബസ് സ്റ്റാൻഡിൽ ആരോടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷിക്കണം, മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ പുറകെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനമൈത്രി പോലീസ് ദിവസം പോസ്റ്റ് ഇടുകയാണ്. പാരന്റ്സിന് കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കലാണോ പണി? ഇതൊന്നും തിന്നാനുള്ളതെല്ലാം ഉണ്ടാക്കണ്ടേ? ഇത് നോക്കേണ്ടത് പോലീസിന്റെ പണിയാണ്. പോലീസ് അത് ചെയ്യുന്നില്ല. പോലീസ് അത് ചെയ്യാതെ പോലീസ് പറയുന്നു പാരന്റ്സ് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പോലീസിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പോലീസിന്റെ കൈകൾ ആര് ബന്ധിക്കും? പോലീസിനെ നിയന്ത്രിക്കുന്ന ആൾ ബന്ധിക്കും. അങ്ങനെയാണെങ്കിൽ ലഹരി വിൽക്കുന്നത് ആര്? യാതൊരു സംശയവും വേണ്ട, പോലീസിനെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് ഇവിടെ ലഹരി വിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ലഹരി ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്തത്. ഭരണ നേതൃത്വം അല്ലെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്നയാൾ വിചാരിച്ചാൽ ഒറ്റയാഴ്ച കൊണ്ട് ഈ ലഹരിയുടെ കച്ചവടം നിർത്താൻ പറ്റും. എല്ലാവരും വെള്ളം കുടിക്കുന്ന ഒരു പുഴയില് മുകളിൽ നിന്ന് 5 കലക്കി വിട്ടിട്ട് അതിന്റെ താഴെ വെള്ളം കുടിക്കുന്നവര് നിങ്ങൾ വെള്ളത്തിൽ നിന്ന് അരിച്ചു പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലഹരി വിരുദ്ധ ചങ്ങല പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ലഹരി മാറ്റാൻ പറ്റുമോ? ഈ ഒഴുകി വരുന്ന വെള്ളത്തിനകത്ത് ലഹരിനെ നിങ്ങൾക്ക് അരിച്ചു മാറ്റാൻ പറ്റുമോ? ഈ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്. ഇത് കലക്കുന്നവനാ മുകളിൽ നിൽക്കുന്നത്. ഈ മുകളിൽ അവരിത് കലക്കി വിട്ടിട്ട് താഴെ വന്ന് നിങ്ങളോട് കൂടി ഈ പറയുന്ന നഞ്ച് പിടിക്കാൻ വേണ്ടി ഇവിടെ അരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. പിന്നെ ഞാനും കൂടി അരിച്ചു മാറ്റിത്തരാം. അരിച്ചു മാറ്റിയല്ല വേണ്ടത്, അവിടുന്ന് ലഹരി നഞ്ച് കലക്കി ഒഴിക്കുന്നവനെ പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ലഹരി ഉപയോഗിക്കുന്നവരെ അല്ല, അത് വിൽക്കുന്നവനെയാണ് പിടിക്കേണ്ടത്. അത് വിൽക്കുന്നവനെ പിടിക്കില്ല. കാരണം അത് വിൽക്കുന്നവൻ വലിയ പുള്ളിയാണ്. അവന്റെ കാശ് വാങ്ങിയിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നത്. ഇവിടെ മദ്യം വിൽക്കുന്നില്ലേ? മദ്യം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ് വന്ന ഗവൺമെന്റ് മദ്യം വിൽക്കുന്നില്ലേ? ഓരോ ദിവസവും പാലക്കാട് പുതിയ ബ്രൂവറി ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു? ഇവര് പറയുന്നത് ഗവൺമെന്റിന് പണം വേണം. ഗവൺമെന്റിന് പണം എന്തിനാ? ഗവൺമെന്റിന് പണം പൊതുജനത്തെ നോക്കാനാണ്. നമ്മളെയൊക്കെ നോക്കാൻ വേണ്ടിയല്ലേ ഗവൺമെന്റിന് പണം? ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു കുടുംബമാണ്. ഞാനൊരു കുടുംബം നോക്കുന്ന ആളാണ്.
അതുപോലെ ഒരു കോടിയോളം കുടുംബങ്ങളാണ് കേരളത്തിൽ. ഈ 1 കോടിയോളം കുടുംബങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന് ഈ കുടുംബങ്ങളെ നോക്കാൻ വേണ്ടി മദ്യം വിറ്റ് നമ്മളെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് പണം ഉണ്ടാക്കേണ്ട സാഹചര്യമുണ്ട്. ഞാൻ പറയും, ഇത് സ്വന്തം കുഞ്ഞുങ്ങളെ വിറ്റിട്ട് അല്ലെങ്കിൽ മകളെ വിറ്റിട്ട് പണം ഉണ്ടാക്കിയിട്ട് മകളെ പോറ്റുന്നത് പോലത്തെ പരിപാടിയാണ്. മദ്യം ഈ കേരളത്തിലുള്ള മനുഷ്യരെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ട് അതിന്റെ റവന്യൂ സംഘടിപ്പിച്ച് കേരളത്തെ ഭരിക്കാനാണെങ്കിൽ അതാണ് പരിപാടി. അതിനപ്പുറത്തേക്കുള്ള മൂല്യമൊന്നും അതിനില്ല. അപ്പൊ അത് ഗവൺമെന്റിന് പണം കിട്ടാൻ വേണ്ടി, ഇത് അവരുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് പോകാൻ പണം കിട്ടാൻ വേണ്ടി ഇത്തരം ലഹരികൾ വിൽക്കുന്നു. ഇതെങ്ങനെ വിൽക്കുന്നു? ആർക്ക് ഇത് രക്ഷിക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് ടെലിവിഷനിൽ വന്നിരുന്ന് പറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അഡിക്റ്റ് ആയിപ്പോയി. എങ്ങനെയാ കുട്ടി അഡിക്റ്റ് ആയത്? പെൺകുട്ടിയാണ്. കിൻഡർ ജോയ് എന്ന് പറ്റി പറയുന്ന എല്ലാ പിള്ളേരും വാങ്ങിച്ചു കഴിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനത്തിനകത്ത് എന്തോ പൊടി ചേർത്ത് ഈ കുഞ്ഞിന് കൊടുക്കുന്നു. അതിനകത്തുണ്ട് എന്നറിയാതെ കിൻഡർ ജോയ് വാങ്ങിച്ചു കഴിക്കുന്നു. ഒരു ദിവസം കഴിക്കുന്നു, നല്ല രസം. 2ാം ദിവസം കഴിക്കുന്നു, നല്ല രസം. 3ാം ദിവസം കഴിക്കുമ്പോൾ നല്ല രസം. 4ാം ദിവസം ഇല്ലാതെ പറ്റുന്നില്ല. 4ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് കുഞ്ഞിവരെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് നൽകുന്നത്. ഈ കുട്ടിയുടെ സുഹൃത്തുക്കളെ നൽകുമ്പോൾ ഈ കുട്ടിയോട് പറയുന്നത് ഇന്നും കൂടെ ഫ്രീ, നാളെ മുതൽ കാശ് കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ തുടങ്ങിയെങ്കിൽ അപ്പം മനസ്സിലായിക്കൊള്ളൂ നിങ്ങളുടെ കുഞ്ഞിന് ലഹരിയുമായി ബന്ധമുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് നിയന്ത്രണമില്ലാതെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങളുടെ കുഞ്ഞിന് ലഹരിയുമായി ബന്ധമുണ്ട്. അല്ലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങളുടെ കുഞ്ഞിന് ലഹരിയുമായി ബന്ധമുണ്ട്. ഏത് കുഞ്ഞിന്? 7ലും 8ലും 9ലും 10ലും പഠിക്കുന്ന കുഞ്ഞിന്റെ കാര്യമാണ് പറയുന്നത്. അത്തരം കുഞ്ഞുങ്ങളെയാണ് ഇവർ ട്രാപ്പ് ചെയ്യുന്നത്. പണം കണ്ടെത്താൻ പറ്റാതെ വരുമ്പം കുട്ടികൾ ആദ്യം ചെയ്യുന്നത് വീണ്ടും കൂടുതൽ കൂട്ടുകാരെ ഇതിനകത്തേക്ക് പെടുത്തി കൊടുക്കുക എന്നതാണ്. ഒരാളെ കൂടി ഇതിനകത്ത് ട്രാപ്പ് ചെയ്ത് തന്നാൽ നിനക്ക് 4 പ്രാവശ്യം കൂടി ലഹരി ഫ്രീ ആയിട്ട് തരാം. ഒരാളെ കൂടെ പിടിച്ചുകൊണ്ട് വന്നാൽ വീണ്ടും 4 പ്രാവശ്യം കൂടി തരാം. അപ്പൊ അങ്ങനെ വരുമ്പം ആൺകുട്ടികൾക്ക് പണം കിട്ടാതെ വന്നാൽ അവൻ വീട്ടിൽ നിന്ന് മോഷ്ടിക്കും, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് വീട്ടിൽ വിൽക്കും. പെൺകുട്ടികൾക്ക് പണം കിട്ടാവുന്ന അവരെ ചെയ്യും, ശരീരം വിൽക്കും. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഗർഭിണികളാവുന്നതിന്റെ പിന്നിലുള്ള കാരണം ഇവര് ശരീരം വിറ്റിട്ട് ലഹരിക്കുള്ള പണം കണ്ടെത്താൻ വഴി കണ്ടെത്തുന്നത് കൊണ്ടാണ്. അപ്പം ഇത്തരം വളരെ വളരെ ക്രിട്ടിക്കലായിട്ട് സിറ്റുവേഷൻ, നമുക്ക് ഇതിന് മ്ലേച്ഛതാണെന്നും പറയാൻ പറ്റില്ല. ഇത് അപകടം, അതിന്റെ എക്സ്ട്രീം അപകടത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. അറിയാതെയാണ് പെടുന്നത്, അറിഞ്ഞുകൊണ്ടുപോയി പെടുന്നതല്ല. കിൻഡർ ജോയ്ക്കകത്ത്, സിപ്പപ്പിനകത്ത്, കുഞ്ഞുങ്ങൾ സാധാരണ കഴിക്കുന്ന സാധനത്തിനകത്ത് പൊടി ചേർത്ത് അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ തന്നെ നൽകുന്നു. കാരണം അവരുടെ കൂട്ടുകാരെ നേരത്തെ ലഹരി മാഫിയ ചൂണ്ടയിലിട്ട് കൊരുത്തി വെച്ചിട്ടുണ്ട്. ഇവൻ ഇനി 4 ദിവസത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ ഇതിനകത്ത് പെടുത്തിക്കൊണ്ടു. അങ്ങനെ പെടുത്തി ഈ ചെയിൻ വളർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറയുന്ന ലഹരി വിൽക്കുന്ന സോഴ്സുകളെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലഹരിയുടെ അവൈലബിലിറ്റി പൂർണ്ണമായും ഇല്ലാതാക്കുക. 1. 2ാമത്, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾ, അത് റാഗിംഗ് ആയിക്കൊള്ളട്ടെ, ലഹരി ആയിക്കൊള്ളട്ടെ, വാട്ടവർ ഇറ്റ് ഈസ്, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ ഇയർ ബാക്ക് ചെയ്യണം. 1 വർഷത്തെ പഠിത്തം അവസാനിപ്പിച്ചു തരണം. ഇപ്പൊ ഇവിടെ റാഗിംഗ് ചെയ്ത് കൂട്ടുകാരനെ തല്ലിക്കൊന്നവനെ പോലീസ് കാവലി പരീക്ഷ എഴുതിക്കുകയാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും അവരുടെ വിദ്യാഭ്യാസം മുടക്കിക്കളയണം. അവർക്ക് ഇയർ ബാക്ക് ചെയ്യണം. 2, ഇവരുടെ വാല്യുവേഷൻ സിസ്റ്റം, സ്കൂളിൽ മൊത്തം വാല്യുവേഷൻ സിസ്റ്റം കർശനമാക്കണം. വാല്യുവേഷൻ സിസ്റ്റം ലൂസ് ആക്കിയത് കൊണ്ടാണ് നമ്മളുടെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പിഴച്ചു പോയത്. ടഫായിട്ടുള്ള വാല്യുവേഷൻ, എഴുതിയതിന് മാത്രം മാർക്ക്. അങ്ങനെ വരുമ്പോൾ എല്ലാവരും പാസ്സാകുന്ന പരിപാടി നിൽക്കും. ഒരു 60% 70% പഠിക്കേണ്ടി വരും. അപ്പൊ അവരുടെ ശ്രദ്ധ അതിലേക്ക് പതിയും. കൂടാതെ അറ്റൻഡൻസ് നിർബന്ധമാക്കണം. 100% അറ്റൻഡൻസ്. 90% അറ്റൻഡൻസ് ഇല്ലാത്തവൻ പരീക്ഷ എഴുതേണ്ടതേ. 90% അറ്റൻഡൻസ് ഇല്ലാത്തവൻ പരീക്ഷ എഴുതണ്ട. അതുപോലെ ഇന്റേൺസ് അവർ ചെയ്യേണ്ട സബ്മിഷൻസ് ഉണ്ട്. ആ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് കർശനമായിട്ട് വാല്യൂ ചെയ്യുക. ഈ പ്രശ്നം നിൽക്കും. ഇത് പൂർണ്ണമായിട്ടും നിർത്താനുള്ള യാതൊരു ബുദ്ധിമുട്ടും വിദ്യാഭ്യാസ മേഖലയിലാണ് കാർക്കശ്യം കൊണ്ടുവരേണ്ടത്. ഈ സമൂഹം മൊത്തത്തിൽ നന്നാവും, ലഹരിയും നിൽക്കും, എല്ലാ പ്രശ്നങ്ങളും നിൽക്കും. ഇതൊന്നും ചെയ്യൂല. എന്തിനാണ്? ഇങ്ങനെ ലൂസായി നടക്കുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ലഹരി വിൽക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ എത്ര വിദ്യാർത്ഥി സംഘടനകളുണ്ട്? വിദ്യാർത്ഥികൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യം കൊടുത്ത വിദ്യാർത്ഥി സംഘടന പറയാം. അവരേതെങ്കിലും വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ അജണ്ടയും പറഞ്ഞുകൊണ്ട് റോഡിലിറങ്ങും, അടിയുണ്ടാക്കും, ബസ് തല്ലിപ്പൊട്ടിക്കും, തല്ലും, കൂട്ടുകാരനെ തല്ലിക്കൊല്ലും. ഏതെങ്കിലും ഒരു കാര്യത്തിന് സിലബസ് റിവിഷൻ വരുത്തണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന സമരം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സമയത്ത് റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടന സമരം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന സമരം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തിനാണ് വിദ്യാർത്ഥി സംഘടനകൾ വെറുതെ മറ്റ് പാർട്ടികളുടെ, അവരുടെ വലിയ പാർട്ടികളുടെ അജണ്ടകൾ നടപ്പാക്കാൻ, സമൂഹത്തിൽ കയോസ് ഉണ്ടാക്കാൻ, സ്വയം നശിക്കാൻ, കുറെ അധികം പേരെ നശിപ്പിക്കാൻ. അതിനകത്തുനിന്ന് ഏതെങ്കിലും 2 or 3 പേര് വാളുകൾക്കിടയിലൂടെ ചങ്കും തിരിച്ചു പോയിട്ട് മുഖ്യമന്ത്രിയാവും. ആ കൂട്ടത്തിൽ എത്ര പേര് ആ വഴിയിൽ വീണു പോയിട്ടുണ്ടാവും എന്നറിയാമോ? എത്രയോ പേരെ നശിപ്പിച്ചിട്ടാണ്, എത്ര പേരുടെ ശവത്തിൽ ചവിട്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ മേലോട്ട് കയറി പോകുന്നത്.
ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് എനിക്കിത് കൃത്യമായി അറിയാം. ഒരുപാട് ജീവിതങ്ങളെ നശിപ്പിച്ചു കളഞ്ഞത് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ്. അതിനോട് ചേർന്ന് അധ്യാപക രാഷ്ട്രീയമാണ്, പിന്നെ പൊതുരാഷ്ട്രീയമാണ്. ഇതൊക്കെ ക്ലബ് ചെയ്ത് നിൽക്കുന്നതാണ്, ഇതെല്ലാം ഒന്നിച്ച് നിൽക്കുന്നതാണ്. അധ്യാപക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അധ്യാപകർക്ക് എന്തിനാ രാഷ്ട്രീയം? അവൻ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനല്ലേ? അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ മൂടി വെക്കാനാണ് അവൻ സംഘടന ചെയ്യുന്നത്. അവര് തന്നെ ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് അരുനിന്ന് കൊടുക്കും. എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടി ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ കയറി എതിർക്കും, കൗൺസിൽ കയറി എതിർക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. വിദ്യാർത്ഥികളില്ലേ, ക്ഷമിച്ചേക്കണം, കർക്കശമായിട്ട് പെരുമാറരുത്. ഇതൊക്കെ ഒരു ഒരു റാക്കറ്റാണ്. അപ്പൊ ഇങ്ങനെ നശിച്ചുപോയ ഈ സംഗതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വളരെ എളുപ്പമായിട്ട് നേരെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതിനൊന്നും യാതൊരു പ്രയാസവും ഇല്ല. അല്ലാത്തവർ വെറുതെ എക്സ്ക്യൂസ് കണ്ടെത്തും. എന്തിനാ? ഈ കച്ചവടം തുറന്നുകൊണ്ട് പോകണം. ഈ കച്ചവടം തുറന്നുകൊണ്ടുപോയി അവരുടെ പോക്കറ്റ് വീർപ്പിക്കണം. ആരുടെയൊക്കെ മക്കളെ നശിച്ചു പോയാലും അവരുടെ പോക്കറ്റ് വീർപ്പിക്കണം. അവരുടെയൊക്കെ മക്കളെ ഒരു വലിയ വലിയ സ്കൂളുകൾ പഠിപ്പിക്കും, കേരളത്തിന് പുറത്ത് പഠിപ്പിക്കും, ഇന്ത്യക്ക് പുറത്ത് പഠിപ്പിക്കും. സാധാരണക്കാരന്റെ മക്കൾ ലഹരി നശിച്ചു പോകും, പഠിക്കാതെ നശിച്ചു പോകും, അവന് ജോലിയൊന്നും കിട്ടത്തില്ല, കൂലിയൊന്നും കിട്ടത്തില്ല, അവൻ സ്ട്രീറ്റിൽ കിടന്ന് തുള്ളിക്കളിക്കും. അപ്പം ഇത്തരം കാര്യങ്ങള് ആർക്കും അറിയാത്ത കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പുതിയ കാര്യവും ഞാനിവിടെ പറയുകയുണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന വിഷയം. ഇവിടെ ലഹരി നിയന്ത്രിക്കാനാവാത്തത് നിയന്ത്രിക്കേണ്ടവർ തന്നെ ഈ സാധനം വിൽക്കുന്നത് കൊണ്ടാണ്. അവരെ ഇവിടെ പുറത്തിറങ്ങി ഈ ചങ്ങല പിടിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ആട്ടും തോലിട്ട ചങ്ങനായികൾ മാത്രമാണ്. വോട്ടേഴ്സ് എന്ന് പറയുന്ന സമൂഹത്തിന് ചെയ്യാവുന്നത്, അവര് സമരം ചെയ്യേണ്ടത് ലഹരിയോടല്ല, ഭരണ നേതൃത്വത്തോടാണ്. ഭരണ നേതൃത്വമാണ് ഇത് നിയന്ത്രിക്കേണ്ടത്, പോലീസാണ് ഇത് നിയന്ത്രിക്കേണ്ടത്. ഇത് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് പോലീസിന്റെ കൈ പിടിച്ചു വെച്ചിട്ടാണ് അത് ഭരണ നേതൃത്വം. സമരം ചെയ്യേണ്ടത് അവരോടാണ്, അല്ലാതെ ലഹരിയോടല്ല. വഴിയിറങ്ങി ചങ്ങല പിടിച്ചിട്ട് കാര്യവുമില്ല എന്നുള്ളത് തിരിച്ചറിയും.